ഉസ്താദേ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ കൊണ്ട് ഒരു രക്ഷയുമില്ല. വല്ലാതെ ഉപദ്രവമാണ്, സംസാരമാണ്, തീരെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എല്ലാ കാര്യത്തിനും കുറ്റമാണ്. എനിക്ക് ഒരു പോം വഴി പറഞ്ഞു തരാമോ? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സഹോദരിമാർ അയച്ച ക്വസ്റ്റ്യൻ അല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ കുറേ നാളുകളായി വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കി നമ്മുടെ സഹോദരിമാർ അവരുടെ ഉമ്മമാരൊക്കെ നല്ലവരാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ധാരാളം കുടുംബജീവിതം അമ്മായി അമ്മ പോരൊക്കെ പ്രസംഗിച്ചിരുന്ന ആളാണ്. പതിയെ അതൊക്കെ കുറയ്ക്കാൻ കാരണം നമ്മുടെ ഉമ്മമാർ നല്ലവരാണ് എന്ന് പൊതുജനത്തിൻ്റെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കഴിയുന്നില്ല. ഈ കാലഘട്ടത്തിൽ മക്കളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാനും പറക്കാനും പഠിച്ച ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മമാരെങ്ങനെ ചെയ്യുന്നവരെന്തിനാണ്? നമ്മുടെ സ്വന്തം മകൻ്റെ സന്തോഷമാണ് ഒരു ഉമ്മാക്ക് ആവശ്യമെങ്കിൽ ആ ഉമ്മ മകൻ്റെ ഭാര്യയെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുന്നത്? ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. അതൊരു കുറ്റപ്പെടുത്തലിലൂടെ ഒരിക്കലും ഒരു പെണ്ണു മാറ്റില്ല. സ്നേഹത്തിലൂടെ മാറ്റിയ ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും കുറ്റം അത് മനസ്സിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, ആഗ്രഹിച്ച സ്ത്രീധനം കിട്ടാത്തത് കൊണ്ടാണ്, എൻ്റെ മകൾക്ക് എവളെക്കാൾ നല്ല ഭാര്യയെ കിട്ടുമെന്ന ബോധം എവിടെന്നോ പിശാചിട്ട് കൊടുത്തത് കൊണ്ട് വെറുതെ ഉണ്ടാവുന്ന ഒന്നുമല്ല. ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്. നിൻ്റെ മകന് ഈ കിട്ടിയ ഭാര്യ, അവരെ നേരെയാക്കാൻ ഉമ്മയും മകനെ ഒരുമിച്ച് ഹിക്കുമത്ത് ഉപയോഗിക്കണം. ഉമ്മ ഒരു ഭാഗത്ത് അവളെ മാനസികമായി ഉപദ്രവിക്കുന്നു, ഭർത്താവ് വേറെ രീതിയിൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടും. ഇസ്ലാം അങ്ങനെ ഒന്നും പറയുന്നില്ല. ഭാര്യയെ ബഹുമാനിക്കണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഉമ്മയെ ഇന്നിപ്പോൾ ചില മരുമക്കളൊക്കെ ഉമ്മയെ മാമി അമ്മായി എന്നല്ല വിളിക്കുന്നത്, ഉമ്മ എന്നാണ് വിളിക്കുന്നത്. ആ രീതിയിലേക്കാണ് സ്നേഹങ്ങൾ എത്തിയത്. അപ്പോൾ തിരിച്ച് നമ്മൾ ആ സ്നേഹം കൊടുക്കണം. ഉപദ്രവിക്കരുത്, കുറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്. അത് വലിയ അപകടമാണ്. നിങ്ങളുടെ നന്മകൾ ഇല്ലാണ്ടാക്കാൻ, നിങ്ങളുടെ ഈമാൻ കുറയ്ക്കാൻ അത് ഉപകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ ഈ ചാനൽ പ്രോഗ്രാം കാണുന്ന അമ്മായിമാരുണ്ടെങ്കിൽ മരുമക്കളെ മക്കളെക്കാൾ സ്നേഹിക്കുന്ന അമ്മായിമാരാക്കി അള്ളാഹു വരെ മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.